നമസ്കാരം. ഇന്ന് സംഭവിച്ച പ്രധാനപ്പെട്ട 10 വാർത്തകളിലേക്ക് ടുഡേയ്സ് ഹൈലൈറ്റ്സ് ആരംഭിക്കാം. സ്വാഗതം. നെടുമ്പാളിൽ കിടപ്പ് രോഗിയായ യുവാവിനെ കൊലപ്പെടുത്തിയ കേസിൽ സഹോദരിയും സുഹൃത്തും അറസ്റ്റിൽ. നെടുമ്പാൾ വഞ്ചിക്കടവ് കാരിക്കുറ്റി വീട്ടിൽ രാമകൃഷ്ണന്റെ മകൻ 45 വയസ്സുള്ള സന്തോഷാണ് മരിച്ചത്. കിടപ്പ് രോഗിയായ സന്തോഷിനെ സെബാസ്റ്റ്യൻ ചങ്ങല കൊണ്ട് കഴുത്തുമുറുക്കി കൊന്നുവെന്നാണ് മൊഴി. മാള കാട്ടിക്കരക്കുന്നിൽ പാടത്ത് അഗ്നിബാധ. ഇന്ന് ഉച്ചയോടെയാണ് സംഭവം. കാട്ടിക്കരക്കുന്ന് പുഞ്ചപ്പാടത്താണ് തീപിടുത്തമുണ്ടായത്. ഇവിടെ ഉണക്കപ്പുല്ലിനും പച്ചപ്പുല്ലിനും തീപിടിച്ചു. കയ്പമംഗലം ക്ഷേത്രത്തിൽ മോഷണം. കയ്പമംഗലം പുത്തൂര് വിഷ്ണുമായ കാളിക്ഷേത്രത്തിലാണ് മോഷണം നടന്നത്. ക്ഷേത്രത്തിനകത്തെ സ്റ്റോർ മുറി കുത്തിത്തുറന്ന മോഷ്ടാക്കൾ 6 വിളക്കുകൾ മോഷ്ടിച്ചു. ഇന്നലെ രാത്രി 6 മണിയോടെ വിളക്ക് വെക്കാനെത്തിയപ്പോഴാണ് വാതിൽ കുത്തിപ്പൊളിച്ച നിലയിൽ കണ്ടെത്തിയത്. കടുത്ത വേനലിൽ കുടിവെള്ളത്തിന് ബുദ്ധിമുട്ടുന്നവർക്ക് പണമൊന്നും മുടക്കാതെ തന്നെ നിങ്ങളുടെ വീട്ടുമുറ്റത്ത് കുടിവെള്ളം എത്തിച്ച് വലപ്പാട് CP മുഹമ്മദ് മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റ് ആവശ്യക്കാർക്ക് സൗജന്യമായാണ് കുടിവെള്ള വിതരണം നടത്തുന്നത്. പ്രതിദിനം 5 ലക്ഷം ലിറ്ററിലധികം കുടിവെള്ളമാണ് വാഹനങ്ങളിലൂടെ ആവശ്യക്കാരിലേക്ക് എത്തുന്നത്. ജലസ്രോതസ്സുകൾ അന്യമായി കൊണ്ടിരിക്കുന്ന കാലത്ത് ചന്ദ്രാപിനിയിൽ പരമ്പരാഗത കുളം വെട്ടും. മീൻപിടുത്തവും നാട്ടുകാർക്ക് കൗതുകവും ഒപ്പം ആവേശവും പകർന്നു. വർഷങ്ങൾ പഴക്കമുള്ള ചന്ദ്രാപിനി കൂട്ടാലക്കുളമാണ് മെഷീൻ വെച്ച് വെള്ളം വറ്റിച്ച് വൃത്തിയാക്കി മത്സ്യവിളവെടുപ്പ് നടത്തിയത്. പുതുക്കാട് പ്രചോദിക്കുന്നിൽ വൻ തീപിടുത്തം. ഏക്കർ കണക്കിന് സ്ഥലത്ത് തീ പടർന്നു. ചൊവ്വാഴ്ച രാത്രി 10:30യോടെയാണ് തീ പടർന്നത്. പ്രചോദി കോളേജിന്റെയും സ്വകാര്യ വ്യക്തികളുടെ പറമ്പിലുമാണ് തീ പിടിച്ചത്. അടിക്കാടുകളിൽ പടർന്ന തീ വേഗത്തിൽ വ്യാപിക്കുകയായിരുന്നു. വെണ്ടൂർ ചുങ്കം കുട്ടിപ്പാലത്ത് വീട്ടുകിണറ്റിൽ വീണ 2 കാട്ടുപന്നികളെ വെടിവെച്ചു കൊന്നു. പാനാടി മാധവിയുടെ വീട്ടുകിണറ്റിലാണ് ബുധനാഴ്ച പുലർച്ചെ കാട്ടുപന്നികൾ വീണത്. രാവിലെ കാട്ടുപന്നികൾ കിണറ്റിൽ വീണ് കിടക്കുന്നത് കണ്ട വീട്ടുകാർ പഞ്ചായത്ത് അംഗത്തെയും ഫോറസ്റ്റ് അധികൃതരെയും വിവരം അറിയിക്കുകയായിരുന്നു. ചേർപ്പിൽ യെല്ലോമെത്തുമായി 2 യുവാക്കൾ പിടിയിൽ. വെലച്ചിറ സ്വദേശി അക്ഷയ് അനിൽകുമാർ, ചാലക്കുടി പരിയാരം സ്വദേശി അതുൽ കൃഷ്ണ എന്നിവരാണ് അറസ്റ്റിലായത്. 5 ഗ്രാം യെല്ലോ മെത്താഫിറ്റമിൻ ഇവരിൽ നിന്ന് കസ്റ്റഡിയിലെടുത്തു. എക്സൈസ് കമ്മീഷണറുടെ മധ്യമേഖലാ സ്ക്വാഡും ചേർപ്പ് എക്സൈസും ചേർന്നാണ് പ്രതികളെ പിടികൂടിയത്. കൊടുങ്ങല്ലൂരിലെ കോൺഗ്രസ് നേതാവും മുൻ നഗരസഭാ പ്രതിപക്ഷ നേതാവുമായിരുന്ന TA ഗിരീഷ് കുമാറിന്റെ അനുസ്മരണം നടത്തി. ഗിരീഷ് കുമാർ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ നടന്ന അനുസ്മരണ സമ്മേളനം TN പ്രതാപൻ MP ഉദ്ഘാടനം ചെയ്തു. ഫൗണ്ടേഷൻ ചെയർമാൻ ES സാബു അധ്യക്ഷത വഹിച്ചു. കൊടുങ്ങല്ലൂരിലെ ചാലക്കുളത്ത് ഒറ്റയ്ക്ക് താമസിക്കുന്ന മാനസികാസ്വാസ്ഥ്യമുള്ള വയോധികയെ കൂട്ടം ചേർന്ന് മർദ്ദിച്ചു. പഴയലത്ത് വീട്ടിൽ 64 വയസ്സുള്ള വിജയലക്ഷ്മിക്കാണ് മർദ്ദനമേറ്റത്. പരിക്കേറ്റവർ കൊടുങ്ങല്ലൂർ താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിൽ ചികിത്സ തേടി. വിജയലക്ഷ്മിയെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. ഹൈലൈറ്റ്സ് വാർത്തകളുടെ വിശദമായ റിപ്പോർട്ട് അടുത്ത ന്യൂസ് റൗണ്ടപ്പിൽ കാണാം. ടുഡേയ്സ് ഹൈലൈറ്റ്സ് ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം.